നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വചനഭാഗം ഹെബ്രായക്കാർക്ക് ലേഖനം അതിൻ്റെ 7-ാം അധ്യായമായിരുന്നു. ആ 7-ാം അധ്യായത്തിൻ്റെ ഏകദേശം 4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിക്കുവാൻ ഇടയായി. പ്രത്യേകിച്ച് കർത്താവായ യേശുക്രിസ്തു എല്ലാവരെക്കാളും ഉന്നതനാണ്. പടിപടിയായി കർത്താവിനെ ഉയർത്തുന്നതായിട്ട് നമുക്ക് കഴിഞ്ഞ ലേഖനങ്ങളിലെല്ലാം നമ്മൾ ഓരോ തലങ്ങളിൽ ചിന്തിക്കുവാനിടയായി. എന്നാൽ യഹൂദന്മാരുടെ പാരമ്പര്യമായ ആ ചിന്താഗതികളിൽ ഒരു മഹാപുരോഹിതൻ്റെ സ്ഥാനത്ത് യേശുവിനെ നിൽക്കുവാൻ അവർക്കൊരിക്കലും അതിനെ സ്വീകരിക്കാൻ കഴിയത്തില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇതിൻ്റെ ലേഖനകർത്താവ് യേശുക്രിസ്തു എങ്ങനെ ഒരു മഹാപുരോഹിതനായിത്തീരുന്നു, ലേവ്യ പൗരോഹിത്യത്തെപ്പറ്റി വളരെ അഭിമാനപൂർവം തങ്ങളുടെ പാരമ്പര്യത്തെപ്പറ്റിയൊക്കെ അവർ വെമ്പൽ കൊള്ളുകയും അവർ ഒരുപാട് പ്രശംസിക്കുകയുമൊക്കെ ചെയ്യുന്നൊരു കൂട്ടമാണ് ഇന്നും യഹൂദന്മാർ. അവർക്ക് ഇത് മാറിയെന്ന് ചിന്തിക്കുവാൻ സാധിക്കത്തില്ല. ഇന്നും പാരമ്പര്യമായ വിശ്വാസങ്ങൾ കഴിയുന്നവർക്ക് ഞങ്ങൾ അപ്പനപ്പൂപ്പന്മാരായിട്ട്, അല്ലെങ്കിൽ തോമാശ്രീയുടെ കാലം മുതലോ പത്രോസിൻ്റെ കാലം മുതലോ ഒക്കെ ഞങ്ങൾ ഇന്ന സമൂഹത്തിലോ ഇന്ന വിശ്വാസ സമൂഹത്തിൽ നിന്ന് വന്നവരാണ്, പാരമ്പര്യമുണ്ട്, അതുതന്നെയാണ് ശരിയെന്ന് മാത്രം ഉറച്ച് നിൽക്കുന്നത് പോലെ യഥാർത്ഥ സത്യം തിരിച്ചറിയുമ്പോൾ യഥാർത്ഥ വെളിച്ചത്തിനപ്പുറത്ത് വെളിച്ചത്തിൻ്റെ ആധിക്യം, നമ്മൾ പഴയ കാലങ്ങളിലൊക്കെ ഈ മെഴുകുതിരി കത്തിച്ച അല്ലെങ്കിൽ വഴിയരികളുള്ള വിളക്കുകാലിൻ്റെയൊക്കെ കീഴിൽ നിന്ന് പഠിച്ച അനവധി ശ്രേഷ്ഠന്മാർ ഉന്നത പദവികൾ എത്തിയിട്ടുണ്ട്. അന്നൊക്കെ കാലഘട്ടങ്ങളിൽ കിട്ടിയ ഒരു ചെറിയ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് അവർക്ക് കഴിയാവുന്നതൊക്കെ അത് ചെയ്തു എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മുമ്പുണ്ടായിരുന്ന പിതാമഹന്മാർക്ക് കിട്ടിയ വെളിച്ചം അവർ നമ്മളിലേക്ക് പകർന്നു. എന്നാൽ ഈ ഒരു കാലഘട്ടത്തിൽ ദൈവം ആ വെളിച്ചത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അത്ഭുത പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് പലരും മടിച്ചു നിൽക്കുമ്പോൾ കർത്താവിൻ്റെ ജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുവാൻ നമ്മുടെ ഈ തലമുറയ്ക്ക് അപ്പുറത്ത് വരുന്ന തലമുറ ഇതിലേറെ ദൈവാത്മാവിൻ്റെ ജ്ഞാനവും വിവേകവും അതിനപ്പുറത്ത് ദൈവത്തിൻ്റെ വെളിപ്പാടും ലഭിക്കുന്ന ഒരു തലമുറയാക്കി ദൈവം മാറ്റും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. അനവധി പേരെ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് ശക്തമായി ഈ വരുന്ന തലമുറകൾ പലരെയും കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ അന്നുണ്ടായിരുന്ന യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തു ഒരു മഹാപുരോഹിതനാണ് എന്ന് പറയുവാൻ, അവരുടെ പൗരോഹിത്യം മാറി യേശുവിൻ്റെ ഒരു പുതിയ പൗരോഹിത്യത്തിലേക്ക് അവർ വരികയാണ് എന്ന് പറയുവാൻ, വിശ്വസിക്കുവാൻ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതെ, അവർക്കൊരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ലേഖനത്തിൽ ആദ്യമായി വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ അബ്രഹാം മെൽക്കീസെദെക്കിനെ എന്ന ഒരു മഹാപുരോഹിതനെ പെട്ടെന്ന് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും, എബ്രായക്കാർക്ക് ലേഖനം 7-ാം അധ്യായത്തിൽ ശാലേം രാജാവ് അത്യുന്നതനായ ദൈവത്തിൻ്റെ പുരോഹിതനായ മെൽക്കീസെദെക്ക് എന്നെ പെട്ടെന്ന് വെളിപ്പെടുന്ന ഒരു വ്യക്തിയാണ്, ഏലിയാവിനെ പോലെ. ആ ഒരു വ്യക്തി ആരാണെന്ന് പലർക്കും അജ്ഞാതമാണ്. ഇന്നും പലർക്കും മനസ്സിലായിട്ടില്ല. അത് യേശുക്രിസ്തു തന്നെയായിരുന്നു എന്ന് ആണ് മിക്കവാറും പലരും പറയുന്നത്, പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ്. അപ്പോൾ പഴയ നിയമത്തിൽ യേശുക്രിസ്തു വെളിപ്പെടുന്ന അനവധി സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷിൽ പ്രീ ഇൻകാർണേറ്റ് ക്രൈസ്റ്റ് എന്നാണ് വായിക്കുന്നത്, അവിടെ ഏറ്റവും വ്യക്തമായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഈ ശാലേം രാജാവും നീതിയുടെ രാജാവുമായിരിക്കുന്ന ഈ മെൽക്കീസെദെക്കാണ്. മെൽക്കീസെദെക്കിൻ്റെ അർത്ഥം മറ്റൊന്നുമല്ല, നീതിയുടെ രാജാവെന്നും ശാലേമിൻ്റെ രാജാവെന്നും ആണ് അതിൻ്റെ. നീതിയുടെ രാജാവെന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദേഹം ശാലേം എന്ന സ്ഥലത്തെ രാജാവായിരുന്നു. ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനം. ശാലേം എന്ന് പറഞ്ഞാൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ യെരൂശലേം. ആ യെരൂശലേമിൻ്റെ രാജാവായിരുന്നു എന്ന് ആണ് പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്നു അത് ഭൂമിയുള്ള യെരൂശലേമല്ല, അത് വരാനിരിക്കുന്ന സ്വർഗീയ യെരൂശലേമിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ അനവധി സ്ഥലങ്ങളിൽ ഈ മെൽക്കീസെദെക്ക് യഥാർത്ഥത്തിൽ മെൽക്കീസെദെക്ക് മുഖാന്തരം ഒരു പുതിയ
പൗരോഹിത്യത്തിലേക്ക്, അതായത് ഈ പൗരോഹിത്യം നിലനിന്നിരുന്നു. എന്നാൽ ആ പൗരോഹിത്യം വെളിപ്പെടുന്നത് യേശുക്രിസ്തു വന്നതിന് ശേഷമാണ്. അതിനു മുമ്പാണുണ്ടായിരുന്ന പൗരോഹിത്യം അതിൻ്റെ ഒരു നിഴലായി നിൽക്കുമ്പോൾ, അതിനു മുമ്പുമ്പോൾ ഈ യേശുക്രിസ്തുവും മെൽക്കീസദക്കുമായുള്ള സാമ്യത, അല്ലെങ്കിൽ യേശുക്രിസ്തു പഴയ നിയമത്തിൽ വെളിപ്പെട്ട മെൽക്കീസദക്ക് ആയി വെളിപ്പെട്ടു എന്ന്, അല്ലെങ്കിൽ അതിന് സമാന്തരമായിട്ട് ചിന്തിക്കുന്നവരുണ്ട്. അല്ലെങ്കിൽ അത് യേശുക്രിസ്തു തന്നെയായിരുന്നു എന്ന് പറയുന്നവരാണ് മിക്കവാറും കൂടുതൽ ആൾക്കാരും. അതിൻ്റെ കാരണങ്ങൾ എന്താണെന്നാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചത്. അതായത് യേശുക്രിസ്തു തന്നെ പറഞ്ഞു, യഹൂദന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾക്ക് മുൻപേ ഞാനുണ്ട്, എബ്രഹാമിന് മുമ്പ് ഞാനുണ്ടായിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് യേശുവിനെ കല്ലെടുത്ത് എറിയുവാനും മലയിൽ നിന്ന് താഴോട്ട് ഇടുവാനും ഒക്കെ ശ്രമിച്ചത്. പിന്നെ ഈ ശാലേം രാജാവ്, അല്ലെങ്കിൽ ഈ സമാധാനത്തിൻ്റെ രാജാവായി കർത്താവിനെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഈസ് ദ പ്രിൻസ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ രാജാവാണ് യേശുക്രിസ്തു. കിങ് ഓഫ് റൈറ്റസ്നെസ്, അവൻ നീതിയുടെ രാജാവാണ്. യേശുക്രിസ്തുവിനെ വിശേഷിപ്പിക്കപ്പെടുന്ന പല പദങ്ങളും പല തലങ്ങളിലും നമ്മൾ ഈ മെൽക്കിസദക്കിനെ കാണുകയാണ്. മാത്രമല്ല, ജെറൂസലേമിൻ്റെ രാജാവായി വരുന്നവൻ. പിന്നെ മാതാവില്ല, പിതാവില്ല, വംശാവലിയില്ല, അങ്ങനെ ഒരു വ്യക്തി ലോകത്ത് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അത് യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അമ്മയുടെ മാതാവെന്ന് പറയുവാൻ മറിയത്തിൻ്റെ ഗർഭപാത്രത്തിൽ യേശു ജനിച്ചു എന്നുള്ളതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു പിതാവ് സ്വർഗത്തിലെ നമുക്കറിയാം നമ്മുടെ അടിസ്ഥാന വിശ്വാസമാണ്. പിന്നെ ഈ മെൽക്കിസദക്കിൻ്റെ കരങ്ങളിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് അപ്പവും മറ്റൊന്ന് വീഞ്ഞും. അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തവും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ശരീരവുമാണ് എന്ന് നമുക്ക് കർത്തൃമേശ എടുക്കുന്നവർക്കറിയാം. അല്ലെങ്കിൽ ഈ വചനത്തെപ്പറ്റി, ഈ ദൈവിക സത്യത്തെപ്പറ്റി അറിയാവുന്നവർക്ക് യഥാർത്ഥത്തിൽ തിരിച്ചറിയാൻ സാധിക്കും. അത് മാത്രമല്ല, എബ്രഹാമിനേക്കാൾ ഉന്നതനാണ്. അത് ഈ എബ്രഹാം ദശാംശം കൊടുത്തു. എബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ ആർക്കും, അല്ലെങ്കിൽ എബ്രഹാമിൻ്റെ പാരമ്പര്യത്തിൽ നിന്ന് ലേവിക്കാണ് ദശാംശം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ ലേവി പൗരോഹിത്യം നിലനിൽക്കുന്നതിന് മുമ്പ് ഈ അബ്രഹാം ഈ മെൽക്കിസദക്കിന് ദശാംശം കൊടുക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ മറ്റു രീതിയിൽ പറഞ്ഞ എബ്രഹാം ആ പൗരോഹിത്യത്തിൽ ഉന്നതനായ ഒരു പുരോഹിതന് തൻ്റെ ദശാംശം കൊടുക്കുക, അല്ലെങ്കിൽ തൻ്റെ ഓഹരി കൊടുക്കുകയാണ്. ഏത് തലത്തിൽ നോക്കിയാലും ഈ മഹാപൗരോഹിതൻ ലേവി പൗരോഹിത്യത്തെക്കാൾ ഉന്നതനാണ്. അല്ലെങ്കിൽ മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, ദൈവപുത്രന് തുല്യനായി നിൽക്കുന്നു എന്ന് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പല തലങ്ങളിൽ ഈ മെൽക്കിസദക്ക് ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി, പ്രതിച്ഛായയായി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ യേശു തന്നെ വെളിപ്പെടുന്നതായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് വിശ്വസിക്കാൻ സാധിക്കാത്തവരുണ്ടെങ്കിൽ ഞാനത് ഒരിക്കലൊരു ഇറ്റ്സ് നോട്ട് എ ടീച്ചിങ്, അത് വെളിപ്പാടിൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുന്നതനുസരിച്ച് ദൈവപുത്രന് തുല്യനായി. അപ്പോൾ FB മേയർ എന്ന ഒരു വളരെ ശ്രേഷ്ഠനായ, വളരെ അറിയപ്പെടുന്ന ഒരു ബൈബിൾ പണ്ഡിതൻ പറഞ്ഞത്, ഈ ഫാദർ കുഡ് വെയിറ്റ് ഫോർ ദ അപ്പിയറൻസ് ഓഫ് ഹിസ് സൺ, തൻ്റെ പുത്രൻ്റെ അപ്പിയറൻസിന്, അതായത് കാലത്തിൻ്റെ സമ്പൂർണതയിൽ യേശുക്രിസ്തു ഒരു അമ്മയുടെ ഉദരത്തിൽ ഭൂജാതനായി. അപ്പോൾ അതിനു മുമ്പ് തൻ്റെ ജനത്തോട് ചേർന്ന് നിൽക്കുവാൻ ആഗ്രഹിച്ച് തൻ്റെ മനുഷ്യപുത്രന്മാരോട് ചേർന്ന് അവരെ സന്ദർശിക്കുവാൻ എടുത്ത പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ വെളിപ്പെട്ടു വരുന്നു. അല്ലെങ്കിൽ അപ്പിയറൻസ് ഓഫ് സൺ ദാറ്റ് ഹി ക്രിയേറ്റഡ് എ മിനിയേച്ചർ ഓഫ് ഹിസ് സൺ ഇൻ ഓൾഡ് ടെസ്റ്റ്മെന്റ്, ചെറിയൊരു മിനിയേച്ചറായിട്ട്, അല്ലെങ്കിൽ ഒരു അല്പസമയത്തെ സന്ദർശനത്തിന് വേണ്ടി തൻ്റെ ജനത്തെ വന്ന് സന്ദർശിക്കുന്നത് ആയിട്ട് കണക്കാക്കപ്പെടാമെന്ന് ആണ് FB മേയർ പറഞ്ഞിരിക്കുന്നത്. അവിടെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ലേവിപുത്രന്മാരിൽ ലേവിപുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് അബ്രഹാമിൻ്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച സഹോദരന്മാരോട് ആകുന്നു വാങ്ങുന്നത്. അതെ, അപ്പോൾ ഈ അബ്രഹാം, ഈ രാജാക്കന്മാരെ ജയിച്ചു വരുന്ന അബ്രഹാം ഏകദേശം 318 പേരുമായി പോയിട്ട് എബ്രഹാം എന്ന ഒരു വിശ്വാസത്തിന്റെ, വിശ്വാസികളുടെ പിതാവ് എന്നതിനപ്പുറത്ത്
അബ്രഹാം എന്നൊരു വ്യക്തി ഒരു വലിയ യോദ്ധാവായിരുന്നു. ഒരു ദാവീദിനേക്കാൾ ഉന്നതനായ യോദ്ധാവാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം 300 പേരിൽ അധികമായ ജനവുമായി പോയി 5 രാജാക്കന്മാർ ശ്രമിച്ച് തോൽപ്പിക്കാൻ കഴിയാത്ത 3 രാജാക്കന്മാരെ തോൽപ്പിച്ച് അവർക്ക് നഷ്ടപ്പെട്ട വിശേഷ കൊള്ള വസ്തുക്കളെല്ലാം മടക്കി കൊണ്ടുവന്നിട്ട് അവർക്ക് മടക്കി കൊടുക്കുകയും അതിൻ്റെ ചരടാകട്ടെ ഒന്നും ഞാൻ എടുക്കുകയില്ലെന്ന് പറയുകയും കൊള്ള വസ്തുവിൽ നിന്നും തൻ്റെ ബാല്യക്കാർക്കുള്ളത് മാത്രം എടുക്കുകയും പിന്നീട് അത് ശേഷിക്കുന്നവർക്ക് ദൈവത്തിന് ഓഫറിംഗ് ആയി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ എബ്രഹാമിനെ യഥാർത്ഥത്തിൽ നമ്മൾ വ്യക്തിപരമായി തിരിച്ചറിയുമ്പോൾ, പഠിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ എബ്രഹാമിൻ്റെ ശ്രേഷ്ഠത എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാതെ വെറുതെ എബ്രഹാമിനെ വിശ്വാസികളുടെ പിതാവാക്കുവാനും അല്ലെങ്കിൽ ദൈവപുത്രൻ യേശു എബ്രഹാമിലൂടെ ജനിക്കുവാനും ഒക്കെ വെറുതെ ഇടയാക്കിയതല്ല. യഥാർത്ഥത്തിൽ എബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ യഥാർത്ഥത്തിൽ ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. അപ്പോൾ 2 തരത്തിലുള്ള പൗരോഹിത്യം നിലനിന്നിരുന്നു. അത് ഒരു പൗരോഹിത്യം മറഞ്ഞു കിടന്നിരുന്നു. അപ്പോൾ ഈ പൗരോഹിത്യം, അതായത് ലേവി പൗരോഹിത്യം, എബ്രഹാമിലൂടെയാണ് കടന്നു വന്നത്. എബ്രഹാം എന്ന മനുഷ്യൻ ഏകദേശം 4 തലമുറകൾക്കപ്പുറത്ത് ഇസ്ഹാക്ക്, യാക്കോബ്, യോസേഫിന്റെ കാലഘട്ടമായപ്പോൾ അവിടെ ഒരു ലേവി എന്നൊരു മകൻ ജനിക്കുകയും പിന്നീട് 430 വർഷത്തിലധികം 75 പേരായി പ്രവാസത്തിലേക്ക് ഈജിപ്തിലേക്ക് അവർ കടന്നു പോകുകയും 75 പേരെന്നും അല്ലെന്നും പറയുന്നുണ്ട്. എന്തെങ്കിലും ആട്ടെ, 430 വർഷം കൊണ്ട് ഏകദേശം 6 ലക്ഷം പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ 20 ലക്ഷം പേർ, 2 മില്യൺ ആൾക്കാർ അവിടെ നിന്ന് പുറപ്പെട്ടു പോന്നു. ആ കൂട്ടത്തിൽ അവർ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവിടെ ലേവി ഗോത്രത്തിന് വേണ്ടി അവരെ പൗരോഹിത്യം അവർക്ക് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയും 11 ഗോത്രങ്ങൾ ഈ ലേവിക്ക് അവരുടെ 10-1 കൊടുക്കണമെന്ന് പറയുകയും ചെയ്യണമെന്ന് ദൈവം അരുളപ്പാടായി സിയോൻ പർവ്വതത്തിൽ വെച്ച് മോശയോട് കൽപ്പന കൊടുത്തു. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം പലർക്കും അറിയാവുന്ന കാര്യം, എങ്കിലും ഞാൻ ഒന്നുകൂടി എന്ന് പറയുകയാണ്. കാരണം ഈ ഒരു കാര്യം ചെയ്തത് അവരെ സെപ്പറേറ്റ് ചെയ്തു. കർത്താവായ ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി, കർത്താവിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷകൾക്കായിട്ട്, ആലയത്തിൻ്റെ പണികൾക്ക് വേണ്ടി അവരെ സെപ്പറേറ്റ് ചെയ്യുകയും അവർക്ക് മറ്റൊരു വരുമാന മാർഗവും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ 11 ഗോത്രങ്ങളും അവരുടെ 10% എടുത്ത് ലേവിക്ക് കൊടുക്കുകയും അങ്ങനെ ലേവി തങ്ങളുടെ ജീവിതത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും മാത്രമല്ല ആലയത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തുവാൻ തക്കവണ്ണം. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എന്ന് പറയുന്നുണ്ട്, ദശാംശം പുതിയ നിയമത്തിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ശരിയാ. പക്ഷേ ദശാംശം എന്ന് പറയുന്നത് 10-1 ഒരുവന് കിട്ടുന്ന ആ വ്യക്തിയുടെ നന്മ. അതാണ് എബ്രഹാം അന്ന് ലേവിയിലൂടെ ദൈവം കൊടുത്ത ഒരു പ്രമാണമായിരുന്നു അന്ന് ആ കാലഘട്ടത്തിൽ. പക്ഷേ ലേവി ജനിക്കുന്നതിനും അനേക തലമുറകൾക്ക് മുമ്പ് എബ്രഹാമിനോട് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ അത് ദൈവം തന്നെ പറഞ്ഞാണ്, അല്ലെങ്കിൽ ദൈവം കൊടുത്ത ബോധ്യമാണ്. ആ എബ്രഹാം ഈ മഹാപുരോഹിതനായിരിക്കുന്ന പെട്ടെന്ന് ഒരു ഉൽക്ക പോലെ അല്ലെങ്കിൽ ഒരു ഫോളിംഗ് സ്റ്റാർ പോലെ പെട്ടെന്ന് ദൈവവചനത്തിൽ വെളിപ്പെടുന്ന ഒരു മെൽക്കീസദക്ക്. ആ മെൽക്കീസദക്കിനെ പറ്റി വളരെ ചുരുക്കമായി 9 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. പഴയ നിയമത്തിൽ 110-ാം സങ്കീർത്തനത്തിലും പിന്നീട് ഉൽപ്പത്തി പുസ്തകം 14-ലും പറയുന്ന മെൽക്കീസദക്ക് പിന്നീട് വെളിപ്പെടുന്ന ഹെബ്രായക്കാർക്ക് ലേഖനത്തിലാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഇദ്ദേഹം തൻ്റെ ദശാംശം കൊടുക്കുമ്പോൾ ഇന്ന് പലരും പറയുന്നത് അതെ ഇത് ന്യായപ്രമാണത്തിൻ്റെ ഭാഗമാണ്, ന്യായപ്രമാണം അനുസരിക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ, അതുകൊണ്ട് ഇനി ഒരു ദശാംശമോ 10% ദൈവസഭയ്ക്ക് കൊടുക്കേണ്ട എന്ന് പറയുന്നവരുണ്ട്. അപ്പം അത് കാരണം ഈ ഒരു മണ്ഡലത്തിൽ പൈശാചികമുള്ള ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൻ്റെ മേൽ കടന്നുകയറ്റം നടത്തുകയും അവർക്ക് ദൈവത്തിലൂടെ ലഭിക്കുന്ന നന്മകൾ ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അവിടെ എബ്രഹാമിൻ്റെ കാര്യം പറയുമ്പോൾ എബ്രഹാം പറഞ്ഞിട്ടുണ്ട്, നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച് അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് സകലത്തിനും ദശാംശം കൊടുത്തു. അപ്പോൾ ദൈവം അദ്ദേഹത്തിനുണ്ടായ 10% ഈ ഒരു ഈ മെൽക്കിസദക്കിന് കൊടുത്തു. പക്ഷേ എബ്രഹാമിൽ ഒതുങ്ങിയില്ലത്. നോക്കുക, ഉൽപ്പത്തി പുസ്തകത്തിന്റെ 28-ാം അധ്യായത്തിൽ ചെല്ലുമ്പോൾ ഈ ഒരു എബ്രഹാമിന്റെ തലമുറകൾ ഇത് അനുസരിച്ചിരുന്നു. ഇവരുടെ അനുഗ്രഹത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇത്. കാരണം
ദൈവം നമുക്ക് തന്നതൊക്കെ ദൈവം തന്നതേ ഉള്ളൂ. നമുക്കൊന്നും നമ്മുടേതല്ല. ദൈവത്തിന് നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ടതാനും. പക്ഷേ ദൈവത്തോട് കാണിക്കുന്ന വിശ്വസ്തതയും ദൈവമാണ് എനിക്ക് തരുന്നതെന്ന് കാണിക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാണ് ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ യാക്കോബ് തൂണായി നിർത്തിയ കല്ല്, അദ്ദേഹം മൺകാട്ടിൽ കല്ലിന്മേൽ തലവെച്ച് ഉറങ്ങുമ്പോൾ, തലവെക്കാൻ തലമണിയില്ലാത്ത ഒരു അനുഭവത്തിലായിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. യാക്കോബ് ഒരു നേർച്ച നേർന്നു. ദൈവം എന്നോടുകൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവും ആകും. നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്ന് പറഞ്ഞു. അപ്പോൾ യാക്കോബും പറയുന്നു, ഞാൻ പോവുകയാണ്, നീ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അതിരുകൾ വിശാലമാക്കണം, എന്നെ മടക്കി വരുത്തണം, സൗഖ്യത്തോടെ മടക്കി വരുത്തണം, ഭവനത്തിൽ എനിക്ക് ആപത്തനർത്ഥമൊന്നും വരരുത്, നീ എന്നെ കൊണ്ടുവരണം. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഞാൻ നിനക്ക് ഇത് തരും. കാരണം യാക്കോബിന് മനസ്സിലായി എബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായിരുന്നു. അപ്പോൾ ഇത് ആ തലമുറ അനുവർത്തിച്ചു പോകുന്നത്. പക്ഷേ അത് ഒരു ന്യായപ്രമാണം വരുന്നതിന് മുമ്പാണ് ഇത് സംഭവിച്ചത്. അതെ. അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതെന്തുകൊണ്ട് ഇതെങ്ങനെ പുതിയ നിയമത്തിൽ ഇത് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ദൈവവുമായിട്ടുള്ള കൂട്ടുബന്ധത്തിൽ ദൈവത്തിന് വേണ്ടി എന്തിനു കൊടുക്കണം, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ആർക്കാണ് കൊടുക്കേണ്ടത്, എന്തിനാണ്, എങ്ങനെയാണ് ആ ദൈവിക വാഗ്ദത്തങ്ങളുടെ അവകാശത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്, അല്ലെങ്കിൽ ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവിക വാഗ്ദത്തങ്ങളിൽ ചിലത് നമ്മുടെ ജീവിതത്തിന്മേൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ ഈ ദശാംശം അല്ലെങ്കിൽ ഓഹരി എന്ന് പുതിയ നിയമത്തിൽ പലരും പറയുന്നത്, അത് എന്ത് പേരും പറയട്ടെ, ഈ ദശാംശം എന്ന് പറയുമ്പോൾ പലർക്കും പെട്ടെന്ന് അതിനെ ഒരു ചൊടിക്കുന്ന ഒരു അനുഭവം, അല്ലെങ്കിൽ പെട്ടെന്ന് നെറ്റി വിളിക്കുക, അല്ലെങ്കിൽ അതിന് ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്ന കാര്യം. പക്ഷെ എന്തുമാകട്ടെ, ഈ ദിവസങ്ങളിൽ അത് തിരുവചന പ്രകാരം ദൈവത്തിന് കൊടുക്കേണ്ടത് എബ്രഹാം എന്തുകൊണ്ട് മെൽക്കിസേദെക്കിന് കൊടുത്തു എന്നുള്ളതിനെ പറ്റി ഒരു ഭാഗത്ത് ഒരു വെളിപ്പാടിൽ ഒരു വ്യക്തി പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. എബ്രഹാം തൻ്റെ ഭൗതിക നന്മ അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ മെൽക്കിസേദെക്ക് ആത്മീയമായിട്ടുള്ള നന്മ എബ്രഹാമിന് കൊടുക്കുകയാണ്. അപ്പവും വീഞ്ഞുമായി വന്ന് എബ്രഹാമിന് കൊടുക്കുമ്പോൾ മെൽക്കിസേദെക്ക് മറ്റൊന്നും കൊടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ ആത്മീയമായി ഒരു വ്യക്തിയെ ദൈവം ആത്മീയമായ വേലയ്ക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടിയോ വേർതിരിക്കുമ്പോൾ അവർ കൊടുക്കുന്ന ആത്മീയമായി കൊടുക്കുന്നതിന് ഭൗതികമായി മടക്കി കൊടുക്കേണ്ട കടമ എബ്രഹാമിനുണ്ട്. സ്തോത്രം. അതെന്താണ് എന്ന് ചോദിച്ചാൽ, ഇത് എവിടെയാണ് ദൈവം എവിടെ കൊടുക്കാനാണ് ദൈവം പറഞ്ഞത്? ചാരിറ്റി വേറെയാണ്, ദൈവത്തിന് കൊടുക്കുന്നത് വേറെയാണ്. നമുക്ക് 100 കാര്യങ്ങൾക്ക്, നന്മ പ്രവർത്തികൾക്ക് നമുക്ക് കൊടുക്കാം, നല്ലതാണ്. പക്ഷേ ദൈവം ഈ 10% വേർതിരിച്ചത് ദൈവ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടിയായിരുന്നു. ദൈവ ആലയത്തിൻ്റെ ശുശ്രൂഷകൾ നടക്കുവാൻ വേണ്ടി. ഒരിക്കലും ദൈവസഭയിൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അന്നുണ്ടായിരുന്ന ആലയത്തിൽ ശുശ്രൂഷകൾ ഒരിക്കലും നിന്നു പോകരുത്. അവിടെ നിൽക്കുന്ന ആലയത്തിലായിരിക്കുന്നവർക്ക് പുരോഹിതന്മാർ ഭക്ഷണം കഴിക്കണം, അവിടെയുള്ളവർക്ക് അവരുടെ തലമുറയെ വളർത്തിക്കൊണ്ട് വരണം, അതിൻ്റെതായ ചെലവുകൾ നടത്തണം. അപ്പോൾ ഈ ദൈവജനത്തിന് മിസ്രൈമിൽ നിന്ന് കിട്ടിയ മിസ്രൈമുകാർ കൊടുത്ത ആഭരണങ്ങൾ, പൊന്നാഭരണങ്ങൾ ആരും പേടിക്കരുത്. സ്തോത്രം. അവർ ശരീരത്തിൽ ധരിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അത് പിന്നീട് ആലയം പണിതപ്പോൾ ദൈവം എന്തിനു വേണ്ടി അത് കൊടുത്തെന്ന് ചോദിച്ചാൽ ആലയം പണിയാൻ വേണ്ടിയായിരുന്നു. സൂക്ഷിച്ച് പരിശോധിച്ചാൽ ലേവി പുസ്തകം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ദൈവത്തിന് ആലയം മുഴുവൻ തങ്കം കൊണ്ടും സ്വർണം കൊണ്ടുമാണ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ പിന്നീട് അവർ ശരീരത്തിലല്ല, അത് കർത്താവിന് വേണ്ടി ദൈവത്തിന് ആലയം പണിക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അത് കൊടുത്തത്. പക്ഷെ അത് അവർക്ക് പിന്നീട് കെണിയായി തീർന്നു. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ദിസ് ഇസ് സെപ്പറേറ്റ്. നമുക്ക് നല്ല പ്രവർത്തികൾ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ആലയത്തെ പറ്റിയുള്ള എരിവ്, ദാറ്റ്സ് എ ഫസ്റ്റ് തിങ് ഫോർ ഗോഡ്. ആലയത്തിനകത്ത് ഒരിക്കലും ശൂന്യത വരരുത്. ആലയത്തിനകത്ത് ശൂന്യത വന്നാൽ ദൈവത്തിൻ്റെതായ
പല പ്രവൃത്തികളും അടഞ്ഞു പോകുമെന്ന് മാലാഖി പ്രവാചന പുസ്തകത്തിൽ നമുക്ക് പറക്കും കാണാപ്പാടാൻ അറിയാം. എൻ്റെ ആലയത്തിൽ അല്ലേ 3:10 പറയുന്ന, എൻ്റെ ആലയത്തിന് ആഹാരം ഉണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവൻ ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവിൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിൻ്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പിൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അപ്പോൾ ആലയത്തിന് ആഹാരം ഉണ്ടാകണം, ആലയത്തിൽ ഒന്നിനും കുറവ് വരാൻ പാടില്ല. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ഇത് കൊടുക്കുന്നത്? ആലയത്തിന് വേണ്ടിയാണ്, ആലയത്തിൽ വേല ചെയ്യുന്നവർക്ക് വേണ്ടി. അപ്പോൾ പുതിയ നിയമസഭ ആലയത്തെ പ്രതിനിധീകരിക്കുമ്പോൾ അതിനകത്ത് നടക്കേണ്ടുന്ന ദൈവരാജ്യ വിസ്തൃതികൾ നടക്കുവാൻ, എനിക്കറിയാം അനവധി ദൈവദാസന്മാരുണ്ട്, ഒരിക്കലും അവർ ബാങ്ക് ബാലൻസ് വെക്കാത്തവരുണ്ട്. അവർ പറയും വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ആശ്രയം അതിലായി പോകും. അതുകൊണ്ട് കർത്താവിൻ്റെ വേല എന്ന് പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതല്ലാതെ വീട് പണിയുന്നവരും ഫ്ലൈറ്റ് അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കുന്ന വളരെ ചുരുക്കമായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. എനിക്കറിയാവുന്ന ഒരുപാട് ദൈവദാസന്മാർ ഇന്ന് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമൽ കൊടുക്കുവാൻ, അതിനുവേണ്ടി ചെലവിടുവാനും വേണ്ടി വളരെ അഹോരാത്രം അവരെ ഒരുപാട് കണ്ണീരൊഴുക്കുകയും അതിനുവേണ്ടി കഷ്ടത അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ദൈവ ആലയത്തിൽ ഹഗായി പ്രവാചന പുസ്തകത്തിൻ്റെ അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത്, അവിടെ ആലയം ശൂന്യമായി കിടക്കുമ്പോൾ നിങ്ങൾ തട്ടിട്ട വീടുകളിൽ പാർക്കുന്നു എന്ന് ദൈവം പറയുന്നുണ്ട്. ഓരോരുത്തർ അവനവൻ്റെ വഴിക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആലയം ശൂന്യമായി കിടക്കുകയാണ്. അപ്പോൾ ദൈവജനത്തിന് ദൈവം കൊടുക്കുന്ന നന്മകൾ, ദൈവരാജ്യ വിസ്തൃതിക്ക് വേണ്ടി അനവധി ആത്മാക്കൾ ഈ ദിവസങ്ങളിൽ ദൈവസഭയിലേക്ക് കടന്നു വരുവാൻ, നമുക്കൊരു പക്ഷേ പൂർണ്ണസമയ ശുശ്രൂഷകൾ സാധിക്കത്തില്ലായിരിക്കും. പക്ഷെ ആലയത്തിൻ്റെ നിങ്ങൾ ഏത് ദൈവസഭയിലാണോ, യഥാർത്ഥത്തിലുള്ള സഭയെപ്പറ്റി ഞാൻ പറയുന്നത്, അവിടെ അത് ദൈവത്തിന് വേണ്ടി യഥാർത്ഥത്തിൽ നിൽക്കുന്ന വിശുദ്ധന്മാർ, അതിനുവേണ്ടി നിൽക്കുന്ന അഭിഷക്തന്മാർ ഉണ്ട്, അല്ലെങ്കിൽ യഥാർത്ഥ ഉപദേശത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവസഭകളുണ്ട്. അതിനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ലെങ്കിൽ ദൈവരാജ്യ വിസ്തൃതിക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് അതിനെ ഒരു ദർശനത്തോടെ നീങ്ങുന്ന ദൈവസഭകളുണ്ട്. അവരെ പറ്റി ഞാൻ പറയാം. അല്ലാത്തതുകൊണ്ട് അവർക്ക് കൊടുക്കണമെന്നൊക്കെ അത് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദ ഫസ്റ്റ് പ്രയോറിറ്റി ഈസ് ദിസ്. അത് കിട്ടിയെങ്കിൽ നമുക്ക് പെട്ടെന്നൊന്ന് വായിക്കാം. ഹഗായി പ്രവാചന പുസ്തകം 1:3 തൊട്ടുള്ള വാക്യങ്ങൾ. ഹഗായി പ്രവാചകൻ മുഖാന്തരം യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, ഈ ആലയം ശൂന്യമായിരിക്കെ നിങ്ങൾക്ക് തട്ടിട്ട വീടുകളിൽ പാർപ്പാൻ കാലമായോ? ആകയാൽ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ചു നോക്കുവിൻ. നിങ്ങൾ വളരെ വിതച്ചിട്ടും അല്പം കൊണ്ടുവരുന്നുള്ളൂ. നിങ്ങൾ ഭക്ഷിച്ചിട്ടും പൂർത്തി വരുന്നില്ല. പാനം ചെയ്തിട്ടും തൃപ്തി വരുന്നില്ല. വസ്ത്രം ധരിച്ചിട്ടും ആർക്കും കുളിർ മാറുന്നില്ല. കൂലിക്കാരൻ ഓട്ടസഞ്ചിയിൽ ഇടുവാൻ കൂലി വാങ്ങുന്നു. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങളുടെ വഴികളെ വിചാരിച്ച് നോക്കുവിൻ. നിങ്ങൾ മലയിൽ ചെന്ന് മരം കൊണ്ടുവന്ന് ആലയം പണിവിൻ. ഞാൻ അതിൽ പ്രസാദിച്ച് മഹത്വപ്പെടും എന്ന് യഹോവ കൽപ്പിക്കുന്നു. നിങ്ങൾ അധികം കിട്ടുമെന്ന് കാത്തിരുന്നു, എന്നാൽ അത് അല്പമായി തീർന്നു. നിങ്ങൾ അതിൽ വീട്ടിൽ കൊണ്ടുവന്നു, ഞാനോ അത് ഊതിക്കളഞ്ഞു. അതെന്തുകൊണ്ട്? എൻ്റെ ആലയം ശൂന്യമായിരിക്കുകയും നിങ്ങൾ ഓരോരുത്തരും താന്താൻ്റെ വീട്ടിലേക്ക് ഓടുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ന സൈന്യങ്ങളുടെ യഹോവ അതിനുശേഷം ദൈവജനം എഴുന്നേൽക്കുകയാണ്. അതിനുശേഷം ഹഗായി പ്രവാചന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന അവര് ജനത്തിന്റെ മനസ്സിനെ ദൈവം തട്ടി ഉണർത്തുകയും ആലയത്തിന്റെ അവസ്ഥകൾ മാറുകയും ചെയ്തതിനു ശേഷം ഹഗായി പ്രവാചന പുസ്തകം 2:18 തിരുവചനം എങ്ങനെ പറയുന്നു? നിങ്ങൾ ഇന്ന് തൊട്ട് മുന്നോട്ട് ദൃഷ്ടി വയ്ക്കുവിൻ. അല്ലേ? 9-ാം ദിവസം 24-ാം തീയതി മുതൽ യഹോവയുടെ മന്ദിരത്തിന് അടിസ്ഥാനമിട്ട ദിവസം മുതൽ തുടങ്ങിയുള്ള കാലത്തിൽ തന്നെ ദൃഷ്ടി വയ്ക്കുവിൻ. വിത്തും ഇനിയും കളപ്പുരയിൽ കിടക്കുന്നുവോ? മുന്തിരിവള്ളിയും അത്തിവൃക്ഷവും മാതളവും ഒലിവ് മരവും കായ്ക്കുന്നില്ലയോ? ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കായ്ക്കാത്ത അനുഭവങ്ങൾ പലതും, അല്ലെങ്കിൽ ശൂന്യമായ അനുഭവങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്, ദൈവത്തിന് ആലയത്തിന് ഒരു ശൂന്യത വരുവാൻ നമ്മളുടെ ഒരിക്കലും ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യുവാൻ നമ്മൾ തയ്യാറാണെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ കർത്താവ് ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്. അത് ആലയത്തിൻ്റെ ആവശ്യങ്ങൾ കൂടാതെ ലേവി പൗരോഹിത്യത്തിനുണ്ടായിരുന്ന ലേവിക്ക് പുരോഹിതന് കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പലരും പറയും ദൈവദാസന്മാർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഞാൻ ഒരു ആൾ ജോലി ചെയ്യാൻ പോയി. ഞാനിത് പറയുന്നത് ചില കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി മാത്രമാണ്. ആരെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ
പരിശുദ്ധാത്മാവ് ഹേമിക്കുന്നെങ്കിൽ ആ ബോധ്യം നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൺഫ്യൂഷനുകൾ മാറണം. നമ്മൾ യഥാർത്ഥ സത്യത്തിൽ നിലനിൽക്കണം. നമ്മൾ അനുഗ്രഹിക്കപ്പെടണം. അനേകർക്ക് നമ്മൾ അനുഗ്രഹമായി തീരണം. ഇത് ഞാൻ കൊടുക്കുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാൻ സാധിക്കും. ഞാൻ വിശ്വാസം വന്ന സമയം മുതൽ അതിൻ്റെ യഥാർത്ഥത്തിൽ ഞാനത് കുറവ് വരുത്താൻ ഇരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. കർത്താവ് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഇല്ലെന്നുള്ളതല്ല, പക്ഷേ ബുദ്ധിമുട്ടുകൾ ക്രിസ്തേഷ്യൻ മഹത്വത്തിന് ധനത്തിനൊത്തവണ ഓരോ സമയങ്ങളിൽ ആവശ്യ സമയങ്ങളിൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് കർത്താവ് ദൈവം എന്നും വിശ്വസ്തനായി നിലനിൽക്കുന്നതിനായിട്ട് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തോത്രം ചെയ്യാം. അപ്പോൾ ദൈവം വിശ്വസ്തനാണ്. ദൈവം നമ്മൾ ദൈവത്തോടു കൂടെ വിശ്വസ്തനായി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ ദർശനം കർത്താവിൻ്റെ വേലയാണെങ്കിൽ, കർത്താവിൻ്റെ രാജ്യമാണെങ്കിൽ, അതിന് നീതിയും രാജ്യം അന്വേഷിക്കുമ്പോൾ ബാക്കിയൊക്കെ അതോടുകൂടെ വരുമെന്നുള്ള ദൈവിക വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിന് ദൈവം പൂർത്തീകരിക്കും. അപ്പോൾ ദൈവസഭയിൽ എവിടെയാണിത് കൊടുക്കേണ്ടത്? ചിലർ പറയും നോർത്ത് ഇന്ത്യൻ പ്രവർത്തന മിഷണറി സഭയ്ക്ക് പ്രവർത്തനത്തിന് വേണ്ടി കൊടുക്കാം. പക്ഷേ ഫസ്റ്റ് തിങ് ഈസ് ദി ചേർച്ച് വേർ യു ആർ. നമ്മൾ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ചേർച്ച് അതിലൂടെ വളരണമെങ്കിൽ, ആ ചേർച്ചിൻ്റെ ആവശ്യങ്ങൾ നടക്കണമെങ്കിൽ, അവിടെ അവിടെ ആത്മാക്കൾ വിടുവിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനകത്ത് ഒരാളല്ല, അതിനകത്ത് കൂട്ടായ ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ ആ ഒരു ദൈവസഭ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഈ 10% ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കാം. അപ്പോൾ ഇത് ആർക്ക് കൊടുക്കണം? ഗലാത്യർക്ക് ലേഖനം 6:6 പറയുന്നു, വചനം പഠിപ്പിക്കുന്നവൻ എല്ലാവരും കൊടുക്കണം. എനിക്ക് തരാൻ വേണ്ടിയല്ല പറയുന്നത്. പ്രത്യേകിച്ച് ദൈവസഭ നിങ്ങൾ എവിടെയാണോ ആ ദൈവസഭയുമായിട്ട് ചേർന്നിരിക്കുന്ന അവിടെ തന്നെ കൊടുക്കണം. അപ്പോൾ അവിടെ ഇരിക്കുന്ന ആത്മീയ നന്മ കൊടുക്കുന്നവർക്ക് തന്നെ ഭൗതിക നന്മ കൊടുക്കണം എന്ന് ഞാൻ പറഞ്ഞതല്ല. തിമോത്തിയോസിന്റെ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്. ഞാൻ പറയുന്നതിനെ വെച്ചാൽ കാര്യങ്ങളൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. അതുകൊണ്ട് ആരും മുൻവിധിയോടുകൂടി കേൾക്കരുത്. 1 തിമോത്തിയോസ് 5:17 നമുക്ക് വായിക്കാം. അത് ഈ പഴയ നിയമത്തിൽ ഡ്യൂട്രോണമി അവിടെ അതിൻ്റെ 25:4 കാളം എതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനോട് പറയുന്നൊരു ഭാഗമുണ്ട്. അത് നമുക്കൊന്ന് വായിക്കാം. നന്നായി ഭരിക്കുന്ന മൂപ്പന്മാരെ പ്രത്യേകം വചനത്തിൽ ഉപദേശത്തിലും അധ്വാനിക്കുന്നവരെ ഇരട്ടി മാനത്തിന് യോഗ്യരായി എണ്ണുക. മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കുട്ട കെട്ടരുത് എന്ന് തിരുവെഴുത്ത് പറയുന്നു. വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യൻ എന്നും ഉണ്ടല്ലോ. അതെ, വേലക്കാരൻ തന്റെ കൂലിക്ക് യോഗ്യനാണ്. അപ്പോൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുകയും തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ, ഞാനൊരു വളരെ ഈസി ആയിട്ടുള്ള ഭാഷയെ പറയാലോ, അപ്പോൾ നേരായ വഴിയിൽ നല്ല ഉദ്ദേശത്തോടുകൂടി വിശുദ്ധിയോടെ നിൽക്കുന്ന ദൈവദാസന്മാരും ദൈവസഭകളിലും അവരെ വചനത്തിന് ഉപദേശം അവരെ യോഗ്യമായി എണ്ണുക, ഇരട്ടിമാനം കൊടുക്കുക മാത്രമല്ല, അവരുടെ ആവശ്യങ്ങൾ നടത്തേണ്ടത് ദൈവസഭയുടെ ചുമതലയാണ്. അതേ, ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്താൽ 8 മണിക്കൂർ വർക്ക് ചെയ്താൽ ശമ്പളം കിട്ടും. പക്ഷേ ഒരു ദൈവദാസൻ സ്വയം തൻ്റെ ജീവിതത്തെ വേർതിരിക്കുമ്പോൾ ഈ ദൈവദാസന് ശമ്പളം കൊടുക്കാൻ ആരുമില്ല. സ്തോത്രം. പലരെയും എനിക്കറിയാം. ഞാൻ പല അത്ഭുതപ്പെടും. ഞാൻ പൂർണ്ണ സമയം ശുശ്രൂഷ ചെയ്യുന്ന ആളല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പലരും പൂർണ്ണസമയ ശുശ്രൂഷയിലായിരിക്കുന്ന അനവധി പേരുണ്ട്, കേൾക്കുന്നവർ പോലും ഉണ്ട്. പക്ഷേ അവർക്ക് കൊടുക്കുവാൻ സ്തോത്രം അവർ നടക്കുന്നത് വിശ്വാസത്തിലാണ്. അവർ 8 മണിക്കൂർ പണിയുന്നുണ്ട്. പണിയട്ടെ. ഇന്ന് രാവിലെ സൺഡേ മീറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഉപവാസ പ്രാർത്ഥന, പിന്നെ മറ്റ് 1-2 സഭായോഗങ്ങൾ കൊണ്ട് തീരുന്ന ഒരു ദൈവവേലയുടെ പറ്റിയല്ല ഞാൻ പറയുന്നത്. നമുക്കൊരു പൂർണ്ണസമയ ശുശ്രൂഷയാണെങ്കിൽ ആത്മാക്കളെ നേടുവാൻ വേണ്ടി നമുക്ക് കിട്ടിയിരിക്കുന്ന സമയം പൂർണ്ണമായിട്ടും വിനിയോഗിക്കുവാൻ തയ്യാറാകുന്ന ആകണം. സ്തോത്രം. അവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഹി വാസ് എ ടെന്റ് മേക്കർ, ഒരു കൂടാരപ്പണിക്കാരനായിരുന്നു. ഈ അപ്പോസ്തലനായ പൗലോസ് പലപ്പോഴും ദൈവസഭയിൽ നിന്ന് കൈ വാങ്ങിക്കാറില്ലായിരുന്നു. അദ്ദേഹം ദൈവസഭയ്ക്ക് കൊടുക്കുന്നൊരു വ്യക്തിയായിരുന്നു. അത് അദ്ദേഹം ബർന്നബാസിനെ പറ്റിയും പറഞ്ഞിട്ടുണ്ട്. ബാക്കി പലരും അദ്ദേഹം എന്തുകൊണ്ട് കൊടുത്തു എന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഈ അപ്പോസ്തലനായ പൗലോസിന് പലപ്പോഴും ദൈവസഭയിൽ കുറവുകൾ വരുമ്പോൾ, ശൂന്യതകൾ വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് സ്വയം കൈ കൊണ്ട് വേല ചെയ്തിട്ട് ദൈവസഭയ്ക്ക് കൊടുക്കുന്ന അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇല്ലായിരുന്നു. കാരണം എപ്പോഴും ജോലി ചെയ്യാൻ ഈ അപ്പോസ്തലനായ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം പകുതി വേലയും പകുതി ശുശ്രൂഷയായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയല്ല. അദ്ദേഹം രാപ്പകില്ലാതെ ഉറക്കമില്ലാതെ ദൈവസഭയ്ക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി ഓടിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. സ്തോത്രം.
അദ്ദേഹം പറയുന്നല്ലോ, എനിക്ക് ഉറക്കമളപ്പ്, അത് കടലിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, അങ്ങനെ നിരന്തരമായി സഭകളെ പറ്റിയുള്ള ഭാരം, അങ്ങനെ നിരന്തരമായി അത് നമ്മൾ വായിച്ചാൽ നമുക്ക് വളരെ അത്ഭുതം തോന്നി. ഇത്ര തീക്ഷ്ണതയോടെ ഓടിയൊരു വ്യക്തി ചരിത്രത്തിൽ ഉണ്ടോ എന്ന് പോലും നമ്മൾ ചിന്തിച്ചു യേശു ക്രിസ്തു കഴിഞ്ഞാൽ. അപ്പോൾ അത്രയ്ക്കും അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു പാർട്ട് ടൈം ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ അദ്ദേഹം പറയുകയാണ്, പലപ്പോഴും 1 കൊരിന്ത്യർ 9:7 അദ്ദേഹം പറയും, 9:4-11 വരെ വായിക്കാം. സമയമുള്ളപ്പോൾ നിങ്ങൾ വായിച്ച് ധ്യാനിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ വായിച്ച കുറേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. ഇത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. കാരണം ഇത് പുതിയ നിയമസഭയും ഈ അബ്രഹാമിൻ്റെ ദശാംശവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പലരും ചോദ്യങ്ങൾ ഉന്നയിക്കുന്ന ഒരു ഭാഗമാണ്. പലപ്പോഴും കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമായതുകൊണ്ട് ആ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് എനിക്കും നിങ്ങൾക്കും മാറാൻ വേണ്ടി മാത്രം പറയുകയാണ്. അത് നമ്മുടെ അനുഗ്രഹത്തിനാക്കി ദൈവം മാറ്റും. അപ്പോൾ 1 കൊരിന്ത്യർ 9:4-11 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ലയോ? അത് ആരാണ് ഞങ്ങൾ? ബർന്നബാസും ഞാനല്ല പൗലോസ് അപ്പോസ്തലൻ. ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാനും ബർന്നബാസും വി വർ പാർട്ട് ടൈം. ഞങ്ങൾ അതായത് 10 മേക്കേഴ്സ് എന്ന പല പാസ്റ്റർമാരും പുറത്തുള്ളവർ പറയുന്ന അവർ വേല ചെയ്യുകയും ശുശ്രൂഷ ചെയ്യുകയും ഒരുപോലെ സമയത്ത്. പക്ഷേ എല്ലാവരെ കൊണ്ടും അത് ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഫുൾ ടൈം ഒരു അക്കൗണ്ടൻ്റ് ആയിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഫുൾ ഓഫീസിൽ തന്നെ ഇരിക്കേണ്ട ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ട് ദൈവവേലയിൽ നിൽക്കുവാൻ സാധിക്കത്തില്ല. പക്ഷെ അങ്ങനെ കർത്താവ് ഒരുക്കുന്നവർ ഉണ്ട്. ദൈവം കൃപയാൽ കർത്താവ് അങ്ങനെ എനിക്ക് വേണ്ടി ഒരുക്കിയെന്നും പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരുക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ, അല്ലാത്തവർക്ക് ഒരിക്കലും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ അവിടെ പറഞ്ഞിരിക്കുന്നത് വേല ചെയ്യാനിപ്പോൾ എനിക്കും ബർന്നബാസിനും മാത്രം അധികാരമില്ല എന്നുണ്ടോ? അടുത്ത വാക്യമാണ് പ്രധാനപ്പെട്ട വാക്യം, സ്വന്തം ചെലവിന്മേൽ. അല്ലേ, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവർ ആരാണ്? സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നത്. മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അതിന്റെ ഫലം തിന്നാതിരിക്കുന്നവർ ആർ? ആട്ടിൻകൂട്ടത്തെ മേച്ചു കൂട്ടത്തിന്റെ പാൽ ഉപജീവിക്കാതിരിക്കുന്നവൻ ആര്? അപ്പോൾ ആ പാല് ആടിനെ മേയിക്കുന്നുണ്ടെങ്കിൽ ആടിനെ കൊന്നു തിന്നുവാനല്ല, ആടിന്റെ പാല് കുടിച്ച് ജീവിക്കുവാനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന കാര്യത്തിൽ എവിടെ കൊടുക്കണമെന്ന് ചോദിച്ചാൽ അത് ഇപ്പോൾ ഏകദേശം പലർക്കും അറിയാവുന്ന വിശ്വസിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദൈവം കർത്താവ് മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അതൊരു തെറ്റല്ല. അത് യഥാർത്ഥത്തിൽ ഈ ദശാംശം എന്ന് പറഞ്ഞിരിക്കുന്നത് 10% എന്ന് പറഞ്ഞാൽ പലരും പറയും മനസ്സൊരുക്കം ഉള്ളതുപോലെ എന്ന് പറഞ്ഞാൽ 2 കൊരിന്ത്യർ 9:7 പലരും അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത്. ദശാംശം ഇല്ല എന്നതിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്. നമുക്കതിലേക്ക് കടന്നു വരാം. 2 കൊരിന്ത്യർ 9:7. അപ്പം ദൈവസഭ കൊടുക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ അത് വായിക്കാം നമുക്ക്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, അബദ്ധവശാലും ആകരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പോൾ വിശുദ്ധന്മാർക്ക് വേണ്ടി നടത്തിയൊരു ധനശേഖരണത്തെ പറ്റി പറയുമ്പോഴാണ് ഇത് പറയുന്നത്. അവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത് അതിൻ്റെ മുകളിലോട്ടും താഴോട്ടും പൊതുവെ ആൾക്കാർ വായിക്കാറില്ല. 9:7. അപ്പോൾ കൊടുക്കുമ്പോൾ പുതിയ നിയമത്തിൽ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിനെ പറ്റി പറഞ്ഞാൽ പഴയ നിയമത്തെ സംബന്ധിച്ച് ഇറ്റ്സ് ലോ, നീ 10 മുകളിലോട്ട് കൊടുത്തുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളത് നിയമമായിരുന്നു. പക്ഷേ പുതിയ നിയമത്തിൽ അങ്ങനെ നിയമമില്ല. അത് ശരിയാണ്. പക്ഷേ കൊടുക്കുന്ന അതിനെപ്പറ്റി നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ ഞാൻ പറയാം. ദൈവം സഹായിക്കുന്നുവെങ്കിൽ ഈ കൊടുക്കുന്നവൻ നിർബന്ധം കൊണ്ട് കൊടുക്കരുത്. അത് സത്യമാണ്. സന്തോഷത്തോടെ കൊടുക്കാം. ദൈവവേല അല്ലെങ്കിൽ അതിനുവേണ്ടി കൊടുക്കുമ്പോൾ മനസ്സിനകത്തൊരു സന്തോഷം വേണം. അത് വേറെ എവിടെയെങ്കിലും പോയി സാരി മേടിക്കുമ്പോഴോ സൂട്ട് മേടിക്കുമ്പോഴോ കാറ് മേടിക്കുമ്പോഴോ ഉണ്ടാകുന്ന സന്തോഷം പോലെ തന്നെ സ്വതന്ത്രം അതിലധികമായൊരു സന്തോഷം നമുക്ക് വേണം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തോടെ കൊടുക്കണം. പിന്നെ ഓരോരുത്തരുടെ മനസ്സിൻ്റെ അല്ലേ അവിടെ ഇരിക്കുന്നത് സങ്കടത്തോടെ കൊടുക്കരുത്. സ്നേഹിക്കും നിങ്ങൾ സകലത്തിൽ എപ്പോഴും പൂർണ്ണത അവനാൽ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അപ്പോൾ ഈ ഹൃദയത്തിൽ നിശ്ചയിക്കുക എന്ന് പറയുമ്പോൾ ഈ ദൈവസഭയിൽ 100 പേരുണ്ടെങ്കിൽ 100 പേരുടെ മനസ്സിൽ പലതരത്തിലുള്ള ചിന്താഗതികളായിരിക്കും.
ചിലർക്കാണെങ്കിൽ കൊടുക്കുന്നതിനെ പറ്റി യാതൊരു താല്പര്യമില്ല. സ്തോത്രം. അപ്പോൾ അതിനേതെങ്കിലും കാരണം കണ്ടുപിടിക്കാൻ നോക്കുന്നവരുണ്ട്. എന്നോടൊരു സഹോദരൻ പറഞ്ഞു, അതെ ഞാൻ ഇത് കൊടുത്തത് നിർത്തി എന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു, അതെ ഇത് കൊടുത്താൽ ശാപമാ പാസ്റ്ററെ അന്ന് ആരോ പറഞ്ഞു. സ്തോത്രം. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്ത ആരും കുറഞ്ഞു പോകുന്ന ഞാൻ കണ്ടിട്ടില്ല. ദൈവരെ കീപ്പ് ചെയ്തിട്ടുണ്ട്. അവര് സമൃദ്ധിയിലാണെന്ന് ഞാൻ പറയുന്നില്ല ഉണ്ടെങ്കിൽ, പക്ഷേ അവരെ ദൈവം ഉയർത്തുകയും ദൈവരെ മാനിക്കുകയും ചെയ്യുന്നത് ഞാൻ വ്യക്തമായി കണ്ടിട്ടുണ്ട്. സ്തോത്രം. അപ്പോൾ അത് ദൈവം ചെയ്യും. അപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമുക്കൊന്ന് വായിക്കാം, അല്ലേ? 2 Corinthians 9:6 വായിക്കാം നമുക്ക്. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവന് അപ്പൊ പറഞ്ഞു ലോഭമായി കൊയ്യും. അതെ, മനസ്സൊരുക്കം എന്ന് പറയുമ്പോൾ എന്ത് കൊടുക്കുന്നു അതിനനുസരിച്ച് വായിച്ചു. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. അപ്പോൾ ഒരു വിതയില്ലാതെ കൊയ്ത്തില്ലെന്നുള്ള അതിന്റെ അർത്ഥം. അപ്പോൾ ഒരുവന് കൊടുക്കണേ 10 കൊടുക്കണേ 10 കൊടുക്കാം, 5 കൊടുക്കണേ 5 കൊടുക്കാം, വേണമെങ്കിൽ 0.1 കൊടുക്കണേ അതും കൊടുക്കാം. പക്ഷേ ഈ വിതയ്ക്കുന്നതിനനുസരിച്ചേ നമുക്ക് ലഭിക്കത്തുള്ളൂ. അപ്പൊ എന്ത് കിട്ടണം എന്നുള്ളത് അത് കിട്ടാൻ വേണ്ടിയല്ല. സ്തോത്രം. ദൈവത്തോടുള്ള സ്നേഹനിമിത്തം, അല്ലേ? ആ സന്തോഷ നിമിത്തം. സ്തോത്രം. ദൈവസഭകൾ പലർക്കും ഉദ്ദേശം ഈ ദൈവദാസന്മാർ വളർന്ന് കാണും. പലർക്കും അസൂയുള്ളവരുണ്ട്. ഈ പല സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളും അത് അസൂയയുടെ വാർത്തകളാണ്. പൈശാചികോളം പ്രവർത്തിച്ചുകൊണ്ട് ദൈവസഭയെ തകർക്കുവാൻ വേണ്ടി ദൈവവചനത്തിനകത്ത് യഥാർത്ഥ സത്യങ്ങൾ പലയിടത്തും മറച്ചു വെച്ചിട്ട് ആമേൻ പലപ്പോഴും ദുരുപദേശങ്ങളായി മാറുമ്പോൾ, സ്തോത്രം, അവിടെ പറഞ്ഞിരിക്കുന്നു. അതിന് താഴോട്ട് വായിക്കോ, അതിന് തൊട്ട് താഴോട്ട്. അപ്പൊ ഈ മുകളിലും താഴെയും ആരും വായിക്കില്ല. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധവശാലും ആകരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കും? എപ്പോഴും സകലത്തിലും എപ്പോഴും തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളും നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പൊ ദൈവം ശക്തനാകുന്നു. അപ്പോൾ പെരുകി വരുമാറി ദൈവം ശക്തനാകുന്നു. 1 Corinthians 16:2 ഈ ഹോട്ടലിൽ പോകുന്ന റെസ്റ്റോറൻറ്റിൽ പോകുമ്പോൾ നമ്മൾ ടിപ്പ് കൊടുക്കാറുണ്ട്. ഈ ടിപ്പിൻ്റെ ഈ കോൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ, ടിപ്പ് 10%. വെയിറ്റർ 100 രൂപയ്ക്കോ 100 ദിർഹമിനോ ഭക്ഷണം കഴിച്ചാൽ 10 ദിർഹമോ 10 രൂപയോ നോർമലി അങ്ങനെ ഒരു കണക്കാണ് US എന്നുള്ളൊരു കണക്ക്. അല്ലെങ്കിൽ ഒരുപക്ഷെ യൂറോപ്പിലുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ടിപ്പ് കൊടുക്കാൻ ഈ വെയിറ്ററിന് കൊടുക്കുന്ന 10% കൊടുക്കാൻ ആൾക്കാർക്ക് തയ്യാറാണ്. പക്ഷെ ദൈവത്തിന് കൊടുക്കണമെന്ന് പറയുമ്പോഴത്തേക്കാണ് പെട്ടെന്ന് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ നമുക്ക് പിന്നീട് അതിൻ്റെ മുമ്പോട്ട് വരാം. പുതിയ നിയമത്തിൽ 10 അതിലാണോ എത്രയാണെന്നുള്ളതിനെ പറ്റി നമുക്ക് പിന്നീട് സംസാരിക്കാം. നമുക്ക് കല്ലിലേക്ക് കടന്നു വരാം. അവിടെ ഈ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. 1 Corinthians 16:2 ഞാൻ വന്ന ശേഷം, അല്ലേ? 1 Corinthians 16 അപ്പോസ്തലനായ പൗലോസ് സൺഡേ, അതായത് അന്നൊക്കെ ശനിയാഴ്ചയായിരുന്നു യഹൂദന്മാരുടെ മീറ്റിങ്ങുകളാണ്. അവർ ദൈവത്തെ ആരാധിച്ചിരുന്നത്. പിന്നീട് അത് യേശുക്രിസ്തു ഉയർപ്പോട് കൂടി അത് സൺഡേ ആയി. അതുകൊണ്ട് ബിഗിനിങ് ഓഫ് ദ വീക്ക് സൺഡേ ആണ്. അന്നാണ് അവർ അപ്പോസ്തലനായ പൗലോസ് കടന്നു ചെല്ലുകയും എല്ലാ ആഴ്ചകളിലും ദൈവസഭയ്ക്ക് ആവശ്യമായിരിക്കുന്നത് അവർ സ്വരുക്കൂട്ടുകയും ചെയ്യും, അല്ലേ? വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരത്തിന്റെ കാര്യത്തിലോ ഞാൻ ഗലാത്യ സഭകളോട് ആജ്ഞാപിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. ഞാൻ വന്ന ശേഷം മാത്രം ശേഖരം ഉണ്ടാകാതിരിക്കേണ്ടതിന് ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ തോറും നിങ്ങളിൽ ഓരോരുത്തരും തനിക്ക് കഴിവുള്ളത് ചരദിച്ച് തൻ്റെ പക്കൽ വെച്ചുകൊള്ളണം. അവിടെ പറയുകയാണ് നിങ്ങൾക്ക് കഴിവുള്ളത് അത്രയും. ആസ് യു മേ, അവിടെ പറയുന്ന പ്രൊപ്പോർഷണലി എന്ന് പറയും. നിങ്ങളെ ദൈവം വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് 1000 രൂപ ശമ്പളം അല്ലെങ്കിൽ 10,000 രൂപ ശമ്പളം കിട്ടുന്ന ഒരു വ്യക്തി പിന്നീട് 20,000 ആകുമ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് കർത്താവിന് കൊടുക്കുവാനാണ് ദൈവം പലപ്പോഴും. അതാണ് അതിൻ്റെതായ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അർത്ഥം. ദൈവം വർദ്ധിപ്പിക്കുന്നത് വി ആർ ദ ambassadors, we are the representatives of God. ദൈവസഭ, ദൈവരാജ്യം പ്രസിദ്ധമാകുവാൻ നമുക്ക് പ്രസംഗിച്ചാൽ മാത്രം പോരാ. നമ്മളെ കൊണ്ട് നമ്മുടെ സമയങ്ങൾ ദൈവത്തിന് ആവശ്യമുണ്ട്. They gave themselves, അവരെ തന്നെ അവർ കൊടുത്തു. അവിടെ എന്നാണ് ദൈവവചനത്തിൽ നമുക്ക് കാണുക. പിന്നീടാണ് അവർക്ക് ദൈവത്തിന് വേണ്ടി കൊടുത്തത്. അപ്പോൾ അവരോട് പറയുക, ഇപ്പോൾ സപ്പോസ് പുതിയ നിയമസഭയിൽ അപ്പോസ്തലിക കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സഭയോട്, അന്നുണ്ടായിരുന്നവരോട് പോയി പറയുക, നിങ്ങൾ 10% കൊടുക്കണ്ട,
എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുകയാണ് അവർ പൊട്ടിച്ചിരിക്കും. സ്തോത്രം. കാരണം അവർ പറയും, ഞങ്ങൾക്കുള്ളത് മുഴുവൻ ഞങ്ങൾ കർത്താവിന് കൊടുക്കാനാണ് താല്പര്യം. പിന്നെ നിങ്ങൾ ഈ 10% കണക്കം പറഞ്ഞുകൊണ്ട് നിന്ന് വരുന്നത്. അതെ, അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കൊടുക്കാമായിരുന്ന മുഴുവൻ കൊടുത്തു. ഇന്നത്തെ ദേവദാസന്മാരെ പോലെയല്ല, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം റോമൻ പൗരത്വം കാശ് കൊടുത്ത് വാങ്ങിച്ച വ്യക്തിയായിരുന്നു. എന്ന് പറഞ്ഞാൽ ഹി വാസ് എ റിച്ച്, അല്ലെങ്കിൽ റിച്ച് ആയിരുന്നു അദ്ദേഹം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു കപ്പലുണ്ടായിരുന്നെന്ന് ബൈബിളിൽ എഴുതിയിട്ടില്ല, ഉണ്ടായിരുന്നത് കരുതപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം വളരെ സമ്പന്നനായ ഒരു വ്യക്തിയായിരുന്നു. ഈ സമ്പന്നനായ വ്യക്തിയെ ദൈവം വിളിച്ചപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നത് മുഴുവൻ ദൈവസഭയ്ക്ക് കൊടുത്തു. ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഒരു തർക്കം നടന്നാൽ അപ്പോസ്തലനായ പൗലോസ് അവരെ ശാസിക്കും. ഫസ്റ്റ്, നിങ്ങൾ എന്തായി പറയുന്നത്? സ്തോത്രം. ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുവാനുള്ള ഹൃദയം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്തിന് ദൈവസഭയിൽ നിൽക്കുന്നു? സ്തോത്രം. അതേപോലെ എനിക്കുണ്ടായത് മുഴുവൻ ഞാൻ കൊടുത്തു. അവസാനം 2 തിമോഥെയോസ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ കയ്യിൽ ശേഷിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എഴുതിയ ചർമ്മലിഖിതങ്ങൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു പുതപ്പേ ഉള്ളൂ, ബാക്കിയൊക്കെ ഞാൻ ദൈവസഭയ്ക്ക് കൊടുത്തു. സ്തോത്രം. പിന്നെ നിങ്ങൾ എന്തിനാ ഈ കണക്ക് പറയുന്നത് ദൈവസഭയിൽ? സ്തോത്രം. നമുക്കുള്ളത് ദൈവം തന്നതേ ഉള്ളൂ. സ്തോത്രം. നമുക്കുള്ളത് മുഴുവൻ ദൈവത്തിൻ്റെതാണ്. ആമേൻ, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിലും നമുക്കെല്ലാം കൊടുക്കുന്നത് ഞാൻ പറയുന്നില്ല. പക്ഷേ നമ്മളെ ഈ ദിവസങ്ങളിൽ നമുക്ക് കർത്താവിന് വേണ്ടി എന്ത് ചെയ്യാൻ സാധിക്കുന്നുവോ ഈ ദിവസങ്ങൾ നമുക്ക് ചെയ്യുവാൻ ശ്രമിക്കാം. അത് മാത്രമല്ല, യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യോടെ ഞാൻ പറയട്ടെ. യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. അത് മത്തായി സുവിശേഷം 5:20 കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അപ്പോൾ ഈ പരീശന്മാരുടെ നീതിയാണ് 10 കടുകെടുത്താൽ 1 കടുകെടുത്ത് മാറ്റിവെക്കും ദൈവത്തിന്, 10 മുട്ടയെടുത്താൽ 1 മുട്ടയെടുത്ത് മാറ്റിവെക്കും. ഇത് പരീശന്റെ നിയമമാണ്. ഹല്ലേലൂയ. പണ്ടെന്ന് അമ്മച്ചിമാർ ചെയ്യായിരുന്നു. ഞങ്ങളുടെയൊക്കെ വല്യമ്മച്ചിയൊക്കെ ഓർക്കും. എനിക്ക് തോന്നുന്നത് അവരൊക്കെ ആദ്യമായിട്ടൊരു കോഴി മുട്ടയെടുത്ത ആദ്യ ഓഹരി പള്ളി കൊണ്ട് അച്ഛന് കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന കാലം. ചേന കൊണ്ട് കൊടുക്കും. അപ്പോൾ എന്ത് ഉണ്ടെങ്കിലും പിന്നീട് 10% ഉണ്ടെങ്കിൽ 10 പച്ചക്കറി ആണെങ്കിലും കൊടുക്കും. ആമേൻ. അപ്പോൾ നമ്മൾ ആരാധിക്കുന്ന ദൈവം കൊടുക്കുന്ന ദൈവമാണ്. ഈസ് ജഹോവ ജൈറ. യേശു ക്രിസ്തു പറയുകയാണ്, ഈ നീതിയെ നിങ്ങൾ കവിയുന്നില്ലെങ്കിൽ സ്തോത്രം, നിങ്ങൾക്ക് ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ നിയമപ്രകാരം നിനക്ക് 2 ഉടുപ്പുണ്ടെങ്കിൽ 1 കൊടുത്തേക്കാനാണ് പറഞ്ഞു. അപ്പോൾ കർത്താവിന്റെ പുതിയ നിയമത്തിന്റെ നിയമം എവിടെ കിടക്കുന്നത്? ഈ 10% എവിടെയാണ് കിടക്കുന്നത്? ഹല്ലേലൂയ. അപ്പോൾ ഒരു ലൈൻ, ഇറ്റ് ഹാസ് ടു ബി എ ബൗണ്ടറി, ഒരു ബൗണ്ടറി വരച്ചിരിക്കുകയാണ്. ഇത്രയെങ്കിലും നിങ്ങൾ കൊടുക്കണം. അതിനപ്പുറത്ത് എത്ര കൊടുക്കാൻ സാധിക്കും? ദൈവസഭയ്ക്ക് അതിന്റെ ആവശ്യങ്ങൾ നടക്കുവാൻ it's the responsibility of the children of God and the believers of the church. അവർ കൊടുത്തില്ലെങ്കിൽ പ്രശ്നം ആർക്കാണ്? ദൈവത്തിനല്ല, അവർക്ക് തന്നെയാണ് പ്രശ്നം. ദൈവസഭ മുന്നോട്ട് പോകും, ദൈവം മറ്റൊരു രീതിയിലൂടെ വഴി തുറക്കും. സ്തോത്രം. പക്ഷേ ആ ദൈവസഭയിലുള്ള ദൈവമക്കളുടെ ജീവിതത്തിന് മേൽ ലഭിക്കേണ്ട ദൈവിക നന്മകൾക്ക് ശത്രു വാതുകെട്ടും. സ്തോത്രം. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കണ്ണടച്ചെടുക്കുന്ന ഞാൻ പറയുന്നില്ല. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് ആത്മാവ് നമുക്ക് വേണ്ടുന്ന ബോധ്യങ്ങൾ നൽകും. കൊടുക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അതിനകത്ത് ഒന്നും വിഷമിക്കേണ്ട കാര്യമില്ല. സ്തോത്രം. കർത്താവ് ഒരാഗ്രഹം മാത്രം മതി. ഇന്ന് കർത്താവ് നമ്മളെ ആരുടെയും ഒന്നും ആവശ്യം. ദൈവം ആർക്കും കടക്കാരനല്ല, ദൈവം ആർക്കും ബാധ്യതയുമല്ല. ഇന്ന് ദൈവത്തിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു പക്ഷെ നമുക്ക് സമയമായിരിക്കും, നമുക്ക് എന്തെങ്കിലും താലന്തുകളായിരിക്കാം, നമുക്ക് തന്നിരിക്കുന്ന ഒരു പക്ഷെ പ്രാർത്ഥിക്കാനുള്ള കൃപയായിരിക്കാം. എന്തുണ്ടെങ്കിലും കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകുക. ദൈവത്തിന് വേണ്ടി ചെലവിടുവാൻ സമയമാണ് തയ്യാറാകുക. അതിനെ ദൈവം വർദ്ധിപ്പിക്കും. നമ്മൾ കേട്ടതുപോലെ തന്നെ വർദ്ധനവിന്റെ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അല്പം കൃപയുള്ളെങ്കിൽ ആ കൃപ ഈ ദിവസങ്ങളിൽ ചെലവിടുവാൻ തയ്യാറാകുക. കർത്താവ് അതിനെ വർദ്ധിപ്പിക്കും. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നതിനെ അധികത്തിൽ ദൈവം വിചാരകനാക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഒന്നും യേശു ആരിൽ നിന്ന് എടുത്തിട്ടില്ല. യേശു ജനിച്ച സമയം മുതൽ മരിക്കുന്ന സമയം വരെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഒരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, യേശു ക്രിസ്തുവിന്റെ മിനിസ്ട്രിയെ താങ്ങുവാൻ ഹെരോദാവിന്റെ കൊട്ടാരത്തിനകത്തുണ്ടായ സ്ത്രീകൾ യേശു ക്രിസ്തുവിന് കരം താങ്ങിക്കൊണ്ടിരുന്നു. ദൈവത്തിന്റെ പുത്രനെ കരം താങ്ങി. ഹല്ലേലൂയ. എന്തിനായിരുന്നു? യേശു ക്രിസ്തു 5 അപ്പം എടുത്ത് 5000 ആക്കുന്ന വ്യക്തിയാണ്. സ്തോത്രം.
അല്ലെങ്കിൽ പത്രോസിനോട് പോയി നീ ചൂണ്ടയിട്, കടലിൽ പോയി ചൂണ്ടയിട്, നീ ചതുർധർമ്മ പണയം ആ മത്സ്യത്തിന്റെ വായിൽ എവിടെയുണ്ടെന്ന് അറിയുന്ന കർത്താവ് ഒരിക്കലും അതിനെ തരുന്നവരെ തടഞ്ഞില്ല. സ്തോത്രം. തിരിച്ചറിയുക. കാരണം കർത്താവിനറിയാം ദൈവിക നീതിയാണത്. കർത്താവിന് അത്ഭുതം ചെയ്യാമായിരുന്നു. But Jesus wanted people to be a part of the building of the kingdom of God. നമുക്ക് ആ പൂർണ്ണ സമയം പോയി എവിടെയെങ്കിലും ഒക്കെ നോർത്ത് ഇന്ത്യയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ പലയിടങ്ങളിൽ പോയി പലപ്പോഴും നമുക്ക് പ്രവർത്തിക്കാൻ കഴിയത്തില്ല. But we can support the kingdom of God. സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥനയുടെ ആയിരിക്കാം, ഒരുപക്ഷെ നമുക്ക് കിട്ടുന്ന നന്മകളുടെ ആയിരിക്കാം. സ്തോത്രം. ഒരുപക്ഷെ ഒരു ആശ്വാസവാക്കായിരിക്കാം, ഒരുപക്ഷെ നമ്മുടെ കൃപാവരമായിരിക്കാം. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാകുന്ന കൃപാവരങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാൻ തയ്യാറായാൽ, സ്തോത്രം. അപ്പം എന്ത് തന്നാലും കർത്താവിന് വേണ്ടി ഈ ദിവസം ഉപയോഗിക്കാൻ നമുക്ക് തയ്യാറാണെങ്കിൽ ദൈവം ഈ ദിവസങ്ങളിൽ നമ്മളെ വർദ്ധിപ്പിക്കുവാൻ തക്കമടയാകും. അപ്പോൾ മറ്റൊരു കാര്യം ചിന്തിച്ചാൽ, ഈ അബ്രഹാം ആർക്കാണ് ദശാംശം കൊടുത്തത്? നമ്മുടെ കാര്യത്തിലേക്ക് മടങ്ങിയത്. അതിൻ്റെ ഞാൻ എൻ്റെ വചനത്തിൽ നിന്നും നമുക്ക് ഇന്നത്തെ തിരുവചന പഠനത്തിൽ നിന്നും വിരമിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ അബ്രഹാം നിൽക്കുകയാണ്. ആരുടെ മുമ്പിലാണ് നിൽക്കുന്നത്? മെൽക്കിസെദെക്ക് എന്ന അജ്ഞാതനായ, പലർക്കും വെളിപ്പെടാത്ത ഒരു വ്യക്തി, ഒരു മഹാപുരോഹിതനായി നിൽക്കുകയാണ്. അബ്രഹാമിന് മനസ്സിലായി ഇത് ദൈവത്തിൽ നിന്ന് വന്ന ദൈവത്തിന്റെ പുത്രനായ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിന് സമനായി നിൽക്കുന്ന, പ്രതിരൂപമായി നിൽക്കുന്ന വ്യക്തിക്ക് ലേവി കൊടുത്തെന്ന്. സ്തോത്രം. അപ്പൊ ലേവി പൗരോഹിത്യത്തിനകത്താണോ ഇത് കിടക്കുന്നത്? അല്ല. സ്തോത്രം. തിരിച്ചറിയണം, ഇത് ലേവി പൗരോഹിത്യത്തിന്റെ ന്യായപ്രമാണത്തിനകത്ത് കിടക്കുന്ന കാര്യമല്ലത്. എബ്രഹാം കൊടുത്തു, എബ്രഹാം അനുഗ്രഹിക്കപ്പെട്ടു. സ്തോത്രം. ലുക്ക് അറ്റ് ദാറ്റ്. കരമുയർത്തി. ഹല്ലേലൂയ. മെൽക്കിസെദെക്ക് കരമുയർത്തി അത്യുന്നതനായ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. അനവധി ഇടങ്ങളിൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുകയാണ്. നീ സ്തോത്രം, നീ ഇതിലേറെയായി, അതെ, ഐ വിൽ ബ്ലസ് യു വിത്ത് എ ഗ്രേറ്റർ ബ്ലെസ്സിംഗ് എന്ന് 22-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ലോത്തിനോട് ചോദിച്ചു, എബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള എടുത്തോ. അതെ. അപ്പോൾ ഇടത്തോട്ടും പല നീ എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നീരോട്ടമുള്ള പ്രദേശം കണ്ടപ്പോൾ ലോത്ത് അത് എടുത്തുകൊണ്ട് പോയി. എബ്രഹാം പറഞ്ഞു, നീ കൊണ്ടുപോക്കോ. സ്തോത്രം. കാരണം ഞാൻ സേവിക്കുന്ന ദൈവം എന്നെ നടത്തുന്ന ദൈവമാണ്. എന്നെ വിശ്വാസത്തിൽ നടന്ന എബ്രഹാം പറഞ്ഞു. അപ്പോൾ ആ എബ്രഹാമിനോട് തൻ്റെ മകനെ കൊടുക്കാൻ പറഞ്ഞു. എബ്രഹാം ഒരു മടിയും കാണിച്ചല്ലോ, കൊടുത്തു. ദൈവം പറഞ്ഞാൽ കൊടുക്കും. കൊടുത്തവനെ ദൈവം അനുഗ്രഹിച്ചു. മാത്രമല്ല, എബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തം ദൈവം പൂർത്തീകരിച്ചു. സ്തോത്രം. ഇസഹാക്കിലൂടെ ലോകത്തിലുള്ള സകലമാനം ജനവും അനുഗ്രഹിക്കപ്പെടും. ഇസഹാക്കിലൂടെ ആ സന്തതി പരമ്പരയിൽ കടന്ന യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന്റെ പുത്രനായ, look at that. ഈ സെയിം മെൽക്കിസെദെക്ക് യേശുക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നുണ്ടെങ്കിൽ, തന്റെ നന്മ ആ ദൈവകരങ്ങളിലേക്ക് കൊടുത്തുവെങ്കിൽ, ദൈവത്തിന്റെ പുത്രനെ ആ എബ്രഹാമിലൂടെ ജനിക്കുവാൻ തക്ക ഇടയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, എബ്രഹാം തന്റെ മകനെ കൊടുക്കാൻ തയ്യാറായി. പിന്നീട് പൂർത്തീകരിക്കപ്പെടുന്നത് എബ്രഹാമിലൂടെ തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ദിവസങ്ങളിലും നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ കർത്താവേ സ്തോത്രം. അവിടെ വേണമെങ്കിൽ മെൽക്കിസെദെക്കിന് പറയാമായിരുന്നു, എബ്രഹാമെ വേണ്ടെന്ന് പറയാമായിരുന്നു. പക്ഷേ മെൽക്കിസെദെക്ക് എബ്രഹാമിൽ നിന്ന് സ്വീകരിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? Because there was a blessing behind that. God wanted him to receive that blessing. ഇന്ന് നമ്മൾ ആ അനുഗ്രഹത്തിലേക്ക് കടക്കണമെങ്കിൽ ഈ ദിവസങ്ങൾ നമ്മൾ ദൈവവേലയ്ക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി, അതെ, ഇതിൻ്റെ ഈ കണക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തികളായി തീരുമാനമല്ല. ഓഹരിയാണോ, ദശാംശമാണോ, എന്താണ്, അതൊന്നും അല്ല ദൈവത്തിന് വിഷയം. സ്തോത്രം. നിങ്ങളുടെ ജീവിതം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ തയ്യാറാണോ? സ്വന്തം പുത്രനെ ദൈവം നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ, അവരെ തന്നെ പൂർണ്ണമായിട്ട് കൊടുത്തുവെങ്കിൽ, യെസ്, ഈ ദിവസങ്ങളിലും ആത്മാക്കളുടെ രക്ഷ നമ്മുടെ പ്രത്യാശയായി, നമ്മുടെ ലക്ഷ്യമായി, നമ്മുടെ ദർശനമാക്കി ദൈവം മാറ്റട്ടെ. അപ്പോൾ അവിടെ മെൽക്കിസെദെക്ക് എതിരേറ്റപ്പോൾ ലേവി അവൻ്റെ കടിപ്രദേശത്തുണ്ടായിരുന്നല്ലോ എന്നാണ് ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ലേവിയും ആ നീതിയുടെ രാജാവായിരിക്കുന്ന, പിന്നീട് ശാലേം രാജാവ് എന്നാൽ സമാധാനത്തിന്റെ രാജാവ്, അതെ, ആ രാജാവ് രണ്ട് കാര്യങ്ങൾ യേശുവിനെ രാജാവിനെ പറ്റി
പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, അവൻ നീതിയുടെ രാജാവ്. അവിടെ സമാധാനത്തിന്റെ രാജാവാണെന്ന് ആദ്യം പറഞ്ഞിട്ടില്ല. അവിടെ ആദ്യം നീതിയുടെ രാജാവ് എന്ന് പറഞ്ഞാൽ സ്തോത്രം, ആ ദൈവം നീതിയോടെ ഒരുവൻ നിൽക്കുന്നുണ്ടെങ്കിൽ, വിശുദ്ധിയോടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, ദൈവമായിട്ട് ഈ ദിവസങ്ങൾ രമ്യപ്പെടേണ്ട മണ്ഡലങ്ങൾ ഏറ്റുപറയാൻ തയ്യാറാണെങ്കിൽ അവരുടെ ജീവിതത്തിന്റെ മേൽ സമാധാനത്തിന്റെ രാജാവായി വെളിപ്പെടുന്ന യേശുണ്ട്. ആ യേശു വാനമേഘങ്ങൾ വെളിപ്പെടുവാൻ സമയമായെന്ന് മാത്രമല്ല, യേശു ജീവിക്കുന്നത് ഈ ലോകത്ത് ഒരു രാജ്യത്തുമല്ല, നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴുവാൻ നമ്മളെ നീതീകരിക്കുന്ന ദൈവം. ആ നീതിയിലൂടെ ശാശ്വതമായ വിശ്രാമം, സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുകൊണ്ടെങ്കിൽ കർത്താവുമായിട്ട് രമ്യപ്പെടേണ്ട, കർത്താവുമായി നിരപ്പാകേണ്ട മണ്ഡലങ്ങൾ നമ്മൾ നിരപ്പാകുവാൻ തയ്യാറാണെങ്കിൽ, ദൈവിക സമാധാനം നമ്മുടെ ഹൃദയത്തിനുള്ളിൽ വാഴുവാൻ പരിശുദ്ധാത്മാവാൻ ദൈവയുടെയാകും. സമാധാനമില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് ആ സമാധാനത്തിൽ ദൈവം നമ്മുടെ കൂടെയുണ്ട്. മെൽക്കി എന്ന് പറഞ്ഞാൽ റൈറ്റസ്നസ്, മീൻസ് റൈറ്റസ്നസ്. മെൽക്കി എന്ന് പറഞ്ഞാൽ കിങ് ഓഫ് റൈറ്റസ്നസ്, നീതി രാജാവെന്നും അതേ സ്തോത്രം ശാലേം രാജാവെന്നും പേരുള്ള യേശു കർത്താവ്. ശാലേം എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ദൈവം, ശാലേം എന്ന് പറഞ്ഞാൽ യെരൂശലേമിന്റെ ദൈവമായി നമ്മുടെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. ആ കർത്താവ് രാജാതി രാജാവായി നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ